ഹായ് ഓൾ, നമ്മളിൽ പലരും കാർപ്പൽ ടണൽ സിൻഡ്രത്തെ പറ്റി കേട്ടിട്ടുണ്ടാകാം. എന്താണ് ഈ കാർപ്പൽ ടണൽ എന്ന് പറയുന്നത്? നമ്മുടെ കൈത്തണ്ടയിലെ ഒരു ഇടുങ്ങിയ പാതയാണ് നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ. ഇതിലൂടെയാണ് വിരലുകളെ ചലിപ്പിക്കുന്ന ടെൻഡനുകളും മീഡിയൻ നെർവും കടന്നു പോകുന്നത്. ഈ ടെൻഡനുകൾക്ക് വീക്കം സംഭവിക്കുമ്പോഴത്തേക്കും ഈ മീഡിയൻ നെർവിൽ സമ്മർദ്ദം വരികയും അതിനുശേഷം നമുക്ക് കഠിനമായ വേദന ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ വീക്കം വരാൻ കാരണം? ഇതിൻ്റെ മെക്കാനിക്കൽ കോസസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഓവർ യൂസ്, അതായത് കമ്പ്യൂട്ടർ യൂസ്, തയ്യൽ ജോലി ചെയ്യുന്നവർ ആ ഭാഗത്ത് ഫ്രിക്ഷൻ വരുന്ന രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും സ്വെല്ലിംഗ് ഉണ്ടാകും ടെൻഡൻ ലൈനിങ്ങിന്. പിന്നെ സ്ട്രക്ചറൽ ആണെങ്കിൽ എന്തെങ്കിലും ട്രോമായോ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാകുക. അതുകൂടാതെ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഡയബറ്റീസ് ഇതിന് കാരണമാകുന്നുണ്ട്. പിന്നെ തൈറോയ്ഡ് ഉള്ളവർക്കും പ്രഗ്നൻസിയിലെ ഫ്ലൂയിഡ് ബിൽഡപ്പ് മൂലവും ഇതുണ്ടാകാം. ഈ ഡിസ്റ്റർബൻസ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് നമ്മൾ ചിത്രത്തിൽ കാണുന്ന പോലെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, മിഡിൽ ഫിംഗർ, പിന്നെ റിംഗ് ഫിംഗറിൻ്റെ പകുതി ഭാഗം. പിന്നെ കൈത്തണ്ടയിൽ നിന്ന് വേദന ചിലപ്പോൾ കൈപ്പത്തിയിലേക്കോ അല്ലെ കൈത്തണ്ടയുടെ മുകളിലേക്ക് പോവുക, രാത്രികാലങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാകുക, പിന്നെ കുറച്ച് ഇത് പോകെ പോകെ നമുക്ക് ബലക്കുറവ്, കയ്യിൽ വീക്ക്നെസ് അനുഭവപ്പെടുക, സാധനങ്ങൾ പിടിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് സാധനങ്ങൾ താഴെ വീഴുക, ചിലപ്പോൾ കയ്യിൽ വിറയിൽ, കൈകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടുക. തുടക്കത്തിൽ ചിലപ്പോൾ ലക്ഷണങ്ങളൊക്കെ വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്കായിരിക്കും വന്നുകൊണ്ടിരുന്നത്. പക്ഷേ പോകെ പോകെ ഈ മരവിപ്പ് കൂടുതൽ സമയത്തേക്ക് നീണ്ടു നിൽക്കുന്ന അവസ്ഥയും വരാം. ഇതിന് ചെയ്യാൻ പറ്റിയ ഒരു ഇഫക്റ്റീവ് എക്സർസൈസാണ് ഈ ടെൻഡൻ ഗ്ലൈഡ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്ന സ്റ്റെപ്സ് നമുക്ക് നോക്കാം. ഇതൊരു സ്ട്രെങ്തനിങ് എക്സർസൈസ് അല്ല, അതുകൊണ്ട് അമർത്തി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഫസ്റ്റ് പിക്ചറിൽ കാണുന്ന പോലെ കൈപ്പത്തി നിവർത്തി പിടിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് ഹുക്ക് ഫിസ്റ്റ് ആണ്. വിരലുകളുടെ അഗ്രഭാഗം മാത്രം മടക്കി ഉള്ളംകൈയുടെ മുകൾ ഭാഗത്ത് തൊടാൻ ശ്രമിക്കുക. ഒരു കൊളുത്തുപോലെ തള്ളവിരൽ നേരെയാണ് പിടിക്കേണ്ടത്. 2 to 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തതിന് ശേഷം കൈപ്പത്തി പഴയതുപോലെ നിവർത്തുക. തേർഡ് പൊസിഷൻ്റെ പേര് ടേബിൾ ടോപ്പ് എന്നാണ്. നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ വിരലുകൾ നിവർത്തി വെച്ച് കൈപ്പത്തിയോട് ചേരുന്ന പ്രധാന സന്ധികളുണ്ടായ നക്ടൽസ് അത് മാത്രം ഒരു എൽ ഷേപ്പിൽ വെക്കുക. വീണ്ടും കൈപ്പത്തി നിവർത്തുക. നെക്സ്റ്റ് പിക്ചറിലെ പോലെ സ്ട്രെയിറ്റ് ഫിസ്റ്റാണ്. ഇവിടുത്തെ പ്രത്യേകത വിരൽ തുമ്പുകൾ നിവർന്നാണ് ഇരിക്കുന്നത്. അതിനുശേഷം വീണ്ടും കൈപ്പത്തി നിവർത്തുക. നെക്സ്റ്റ് ഫുൾ ഫിസ്റ്റാണ്. വിരലുകൾ അയഞ്ഞ രീതിയിൽ മടക്കി ഒരു ഫിസ്റ്റ് ഉണ്ടാക്കുക. വിരലുകൾക്ക് പുറത്തായി വെക്കുക, അമിതമായിട്ട് അമർത്തരുത്. എന്നിട്ട് വീണ്ടും കൈപ്പത്തി നിവർത്തുക. ഓരോ പൊസിഷന് ശേഷവും കൈപ്പത്തി നിവർത്തി വെക്കാൻ ശ്രദ്ധിക്കുക. ഇത് ടെൻഡനുകളുടെ ഗ്ലൈഡിങ് ഈസിയാക്കും. 5 മുതൽ 10 റെപ്പറ്റീഷൻസ് വരെ നമുക്ക് ചെയ്യാം. ദിവസം 2 മുതൽ 3 പ്രാവശ്യവും ചെയ്യാം. ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ടെൻഡൻ ഗ്ലൈഡ് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. കൈത്തണ്ടയുടെ പൊസിഷൻ ശ്രദ്ധിക്കുക. ഇലക്ട്രിക് ഷോക്ക് പോലെയുള്ള ഫീലിംഗ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാതിരിക്കുക. ടെൻഡൻ ഗ്ലൈഡ് കാർപ്പൽ ടണൽ സിൻഡ്രത്തിന് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു എക്സർസൈസാണ്.